മുട്ടിൽ മരമുറിക്കൊള്ളയിൽ വനവാസികളുടെ അഗസ്റ്റിൻ സഹോദരന്മാർ കാണിച്ചത് കൊടും വഞ്ചന. തട്ടിപ്പിലൂടെ അഗസ്റ്റിൻ സഹോദരന്മാർ വാങ്ങിയ മരങ്ങളുടെ പണം തിരിച്ചടക്കാൻ റവന്യൂ വകുപ്പ് വനവാസികൾക്ക് വീണ്ടും നോട്ടീസ് നൽകി. 70,000 രൂപ വരെ ലഭിച്ച മരങ്ങൾക്ക് 1.5 കോടിയോളം രൂപ തിരിച്ചടക്കാനാണ് നിർദ്ദേശം. മാത്രമല്ല ഭൂമിയുടെ കരമടച്ച രേഖകളും അഗസ്റ്റിൻ സഹോദരന്മാർ കൊണ്ടുപോയെന്ന് വനവാസികൾ പറയുന്നു. വയനാട്ടിലെ മുട്ടിൽ നിന്നും രാജീവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കരികണ്ണിക്കുന്ന് ആവിലാട്ട് കോളനിയിലെ വനവാസികളെ വഞ്ചിച്ചുകൊണ്ടാണ് അഗസ്റ്റിൻ സഹോദരന്മാർ ഇവിടെ നിന്ന് വർഷങ്ങൾ പഴക്കമുള്ള ഈട്ടിമരം മുറിച്ചു കടത്തിയത്. ഇപ്പോൾ ഈ വനവാസി കുടുംബങ്ങൾക്ക് റവന്യൂ വകുപ്പ് പണം ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. 70-80 ലക്ഷം രൂപ വരെ ഒരു മരത്തിന് അടയ്ക്കണമെന്നാണ് റവന്യൂ വകുപ്പ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇവർക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനവും ലഭിച്ചിട്ടില്ല. ഈ വനവാസികളെ പൂർണ്ണമായും അഗസ്റ്റിൻ സഹോദരന്മാർ വഞ്ചിക്കുകയായിരുന്നു. അവരുടെ തന്നെ പ്രതികരണം നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ അന്ന് എന്താ സംഭവിച്ചത്? പിന്നെ അതന്നെ ഞാൻ പറഞ്ഞേ. പിന്നെ ആ ചേട്ടൻ വന്നിട്ട് ഞങ്ങളെ പിന്നെ കുഴപ്പമൊന്നുമില്ല, പിന്നെ നീതിയൊക്കെ കൊണ്ട് പഞ്ചായത്തിൽ കാണിച്ചാൽ പിന്നെ മരമൊക്കെ മുറിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മരം മുറിച്ചുകൊണ്ട് പോയത്. വേറെ പിന്നെ ഒന്നും അറിയില്ല. എല്ലാം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എല്ലാ ഓർഡറും ഉണ്ട്. അങ്ങനെ ഒരു ഓർഡർ കിട്ടിയെന്നാണ് ഈ മുറിച്ചുകൊണ്ട് പോയ ചേട്ടൻ പറഞ്ഞത്. ഞങ്ങൾക്കൊന്നും പിന്നെ പഞ്ചായത്തിന്റെ ഓർഡറൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ആ ചേട്ടൻ പറഞ്ഞത് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് പൈസ തന്നിരുന്നോ അവര്? പൈസ ഞങ്ങൾക്ക് 3 വീട്ടിക്ക് 5,000 കിട്ടി. പിന്നെ ചേച്ചിക്ക് ഈ ഒരു വീട്ടിക്ക് 7,000 കൊടുത്തു. അത്രേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അടുമറ്റായിട്ട് പിന്നെ ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ? നിങ്ങളുടെ അവസ്ഥ എന്താ? ഞങ്ങളെ അവസ്ഥ എന്താ, കേസ് വേണ്ടെന്നാണ് ഞങ്ങൾ പറയണത്. ഞങ്ങൾക്ക് കേസ് ആയാലും പൈസ തിരിച്ചടക്കായാലും ഞങ്ങൾക്ക് എവിടുന്ന് കിട്ടാം? ഞങ്ങൾ തൊഴിലുറപ്പ് പണിക്കാരാണ്. അതാ പറഞ്ഞു. അല്ല, എത്ര രൂപ വീതം തിരിച്ചടക്കണമെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്? പിന്നെ ഒരു മരത്തിൽ 80. ആ 3 മരത്തിൽ എത്ര അടച്ചെന്ന് എനിക്ക് അറിയില്ല. അതാണ് ഞാനും പറയുന്നത്. 80 ലക്ഷം ഒരു മരത്തിൽ 80 ലക്ഷം. ഈ ഒരു മരം മാത്രം 80 ലക്ഷം. മരത്തിന് 80 ലക്ഷം അടയ്ക്കാൻ പറഞ്ഞു കോടതിയിൽ ഞങ്ങൾ അന്ന് പോയപ്പോൾ. പിന്നെ ആ 3 മരത്തിൻ്റെ കണക്ക് എനിക്കറിയില്ല. അത് കെട്ടിയനോട് ചോദിക്കണം, എന്നല്ലേ അറിയുള്ളൂ. കെട്ടിയപ്പോൾ പിന്നെ ജോലിക്ക് പോയിരിക്കുക, പണിക്ക്. ഈ നിങ്ങൾ പിന്നെ അവരെ സമീപിക്കുക വല്ലതും ചെയ്തിരുന്നോ ഈ പൈസ എങ്ങനെ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട്? ഞങ്ങളൊന്നും ചെയ്തില്ല. ഞങ്ങൾക്ക് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും പറഞ്ഞു. ചേച്ചിമാരും പിന്നെ കെട്ടിയമാരും ആങ്ങളമാരും ഒക്കെ ഞങ്ങൾ പറഞ്ഞു തിരിച്ചടയ്ക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഇതിന് മാത്രം ഞങ്ങൾ പണിയെടുക്കുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ അവർ ചതിക്കുകയായിരുന്നു അല്ലേ? ചതിക്കുക തന്നെ. പിന്നെ ചേട്ടൻ ഞങ്ങൾ ചതിക്കുകയായിരുന്നു. അതാണ് ഞാൻ പറയണത്. ഞങ്ങൾ നീതി ചേട്ടൻ്റെ ഫോട്ടോ കോപ്പി വാങ്ങിച്ചിട്ട് പോലും തിരിച്ചു പോലും തന്നിട്ടില്ല. അതും എടുത്തുകൊണ്ട് പോയതാ ചേട്ടൻ. അതെന്തോ കാരപ്പുഴ എവിടെയാണ് കിടക്കുന്നതെന്ന് തോന്നുന്നു ആ ചേട്ടന്. എനിക്ക് അറിയില്ല. അറിയും. തീർച്ചയായും ഈ രീതിയിലുള്ളൊരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇതേ രീതിയിൽ നിരവധി ആളുകൾ, ഏകദേശം 26ഓളം പേരെയാണ് അഗസ്റ്റിൻ സഹോദരന്മാർ വഞ്ചിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഈ വനവാസികൾ, ഇവർക്ക് എഴുത്തും വായനയും ഒന്നും അറിയാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇടയിലേക്ക് എത്തി അവരെ പൂർണ്ണമായും വഞ്ചിക്കുന്നൊരു സമീപനം അഗസ്റ്റിൻ സഹോദരന്മാർ കാണിക്കുകയാണ്. ഒരുപക്ഷെ ഇവിടെ നമുക്കറിയാം എത്രത്തോളം വലിയ ഒരു ഈട്ടിമരമാണ് ഇവിടെ നിന്ന് പോയതെന്ന്. ഇതിനാണ് 80 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്ന് റവന്യൂ വകുപ്പ് ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പണം കെട്ടിവെക്കണം, ഇല്ലെങ്കിൽ മറ്റ് നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നാണ് നിലവിൽ റവന്യൂ വകുപ്പും അതുപോലെ തന്നെ വനം വകുപ്പും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കൂടുതൽ പ്രതികരണങ്ങളുണ്ട്, അതിലേക്ക് കൂടി പോകാം. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? മണ്ണെന്തെങ്കിലും മാറ്റണോ? മണ്ണ് വേണമെങ്കിൽ മാറ്റി തരാം. കുഴപ്പമില്ല. എന്തായിരുന്നു സംഭവിച്ചത്? എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ റോജി അഗസ്റ്റിനാണ് മൂപ്പര് പേര്. റോജി അഗസ്റ്റിനെ പിന്നെ കൊണ്ടുപോയി പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ നീസീട്ടും പിന്നെ പട്ടയം നീസീട്ട് മാത്രമേ കൊണ്ടുപോയുള്ളൂ. നീസീട്ട് കൊണ്ടുപോയി വില്ലേജിൽ കൊണ്ടുപോയി കാണിച്ച് അവർ പിന്നെ വന്ന് നോക്കി. വില്ലേജുകാർ വന്നില്ല. മൂപ്പര് പറഞ്ഞ് പിന്നെ നീസീട്ട് ഞാൻ അടച്ചിട്ടുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല, പിന്നെ മുറിച്ചുകൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞു നമ്മളോട്. പിന്നെ അവരോട് മുറിച്ചുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. അവരും വന്ന് പിന്നെ മരം മുറിച്ച് ഇവർക്ക് പിന്നെ ഒരു 7,000 റുപ്യ മറ്റേ അഡ്വാൻസ് കൊടുത്തു. അവർക്കൊരു 4,000 റുപ്യ അഡ്വാൻസ് കൊടുത്തു. 3 വീട്ടിക്ക് 4,000 റുപ്യ അഡ്വാൻസ് കൊടുത്തുള്ളൂ. ആ അഡ്വാൻസ് പിന്നെ അവർ വാങ്ങി ബാക്കി മരം കയറ്റുമ്പോഴേ തരുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു. നമ്മളെ വഞ്ചിക്കാന്ന് നമുക്കറിയില്ലല്ലോ, നമുക്കൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഇവർ പിന്നെ 7,000 റുപ്യ വാങ്ങി, ഇവർ 4,000 റുപ്യ വാങ്ങി. എന്നുവെച്ചാൽ എൻ്റെ പെങ്ങൾ തന്നെയാണ്. നമുക്കിതിൽ പിന്നെ ബന്ധമില്ല, എന്നാലും ഞാൻ പറയുകയാണ്. എന്നാലും ഇങ്ങനെ വഞ്ചിക്കാൻ പാടില്ലല്ലോ.
ആരെയും വഞ്ചിക്കാൻ പാടില്ല. ഇല്ലേ, സർക്കാരിന്റെ ഉത്തരവുണ്ടെന്ന് പറഞ്ഞിട്ടാണോ കൊണ്ടുപോയത്? കൊണ്ടുപോയത് സർക്കാർ ഉത്തരവാദിത്തോടെയാണ് അവർ മരം മുറിച്ചത് ഇവിടുന്ന്. പക്ഷെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. റോജി മോന് പിന്നെ കുറേ കാലം ജയിലിൽ കിടന്നു. അല്ല, ഇത് വന്നപ്പം അതിനുശേഷം നിങ്ങൾക്ക് ചതിവാന്ന് മനസ്സിലായല്ലോ, ഈ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായല്ലോ. അതിനുശേഷം ഈ രീതിയിൽ ഈ പൈസ, അതായത് റവന്യൂ വകുപ്പ് നിങ്ങളോട് പൈസ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയല്ലേ? ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് 80 ലക്ഷം റുപ്യ, ഈ ഒരു മരത്തിന് വേണ്ടി 50 ലക്ഷം റുപ്യ അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെത്രയെന്ന് എനിക്കറിയില്ല. ഈ മരത്തിൻ്റെ കാര്യം എനിക്കറിയാം. എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ പെങ്ങളെ കിട്ടിയല്ല, മൂപ്പര് പറഞ്ഞ് 80 ലക്ഷം റുപ്യ എനിക്ക് പിന്നെ കോടതിയിൽ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പിന്നെ മരം കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു. ഈ നിങ്ങളെ പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്തു തരാമെന്ന് ഈ അഗസ്റ്റിൻ സഹോദരന്മാർ പറഞ്ഞിരുന്നല്ലോ, അവരാണല്ലോ നിങ്ങൾ? ഒന്നും പറഞ്ഞില്ല. പിന്നെ ഈ മരം മാത്രം മുറിച്ചുള്ളൂ. ഇവിടുന്ന് മരം മുറിച്ച് കൊണ്ടുപോയി ഞങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ഒരു ആനുകൂല്യം പിന്നെ കിട്ടണം. നമുക്ക് ഒന്നും കിട്ടിയില്ല. അവരൊന്നും പറഞ്ഞുമില്ല. മരം ഞങ്ങൾ മുറിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവരെ കയ്യിലുള്ള അഡ്വാൻസ് അവർ കൊടുക്കുകയും ചെയ്തു. അത്രയേ ഉള്ളൂ. ഏതായാലും വളരെ വലിയൊരു വഞ്ചന തന്നെയാണ് അഗസ്റ്റിൻ സഹോദരന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ലക്ഷങ്ങൾ വില വരുന്ന ഈട്ടിമരമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത്. ആ വീട്ടുമരം കൊണ്ടുപോയതിനു ശേഷം പോലും അവർക്ക് അർഹമായ സഹായങ്ങൾ നൽകിയില്ല എന്നത് ഒരു വസ്തുതയായി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇവരെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മരം ഇവിടെ നിന്ന് മുറിച്ചു കടത്തിയിരിക്കുന്നത് എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. വലിയൊരു ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൂടുതൽ വിവരങ്ങളുമായി രാജീവ് ചേരുകയാണ്. രാജീവ്, ഈ റവന്യൂ വകുപ്പ് നൽകിയ നോട്ടീസ് പുനഃപരിശോധിക്കുമെന്നും ഈ വനവാസികൾക്കെതിരെ കേസെടുക്കില്ല എന്നുള്ള ഒരു നിലപാടുമാണ് റവന്യൂ മന്ത്രി വ്യക്തമാക്കിയത്. ഇത് ഈ പാവപ്പെട്ട ഇവർക്കൊന്നും അറിയില്ല. അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് സർക്കാരിൻ്റെ ഈ ഒരു വാക്കുകളെ? സുരേഷ്, കഴിഞ്ഞ ദിവസം കോളനിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ് അവിടെ കാണാൻ കഴിയുന്നത്. അതായത് ഒറ്റമുറി വീട്, കുടില്, അങ്ങനെയൊക്കെ താമസിക്കുന്ന വനവാസികളെയാണ് ഈ അഗസ്റ്റിൻ സഹോദരന്മാർ വളരെ ക്രൂരമായി തന്നെ വഞ്ചിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം അവർക്ക് ഒന്നും അറിയില്ല, എഴുത്തും വായനയും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ സർക്കാർ ഇറക്കിയ ഉത്തരവിനെക്കുറിച്ചോ ഒന്നും അറിയില്ല. അവിടേക്കാണ് ചെന്ന് ഈ വീട്ടുമരം മുറിക്കാനുള്ള അനുമതി ചോദിക്കുന്നത്. വീട്ടുമരം മുറിക്കുന്നതിന് കൂലിയായി 4000-5000 രൂപയൊക്കെ തരാമെന്ന് പറയുമ്പോൾ അവർക്ക് അത് വലിയ തുകയാണ്. കാരണം 500 രൂപ പോലും അവർക്ക് വലിയ തുകയാണ്. അത് നമുക്ക് കഴിഞ്ഞ ദിവസം നേരിട്ട് മനസ്സിലായതാണ്. തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയൊക്കെയാണ് ഇവർ ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനൊപ്പം തന്നെ വനത്തിൽ പോയി തേനുമൊക്കെ ശേഖരിച്ച് ആ രീതിയിലൊക്കെയാണ് ഇവരൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4000 രൂപയും 7000 രൂപയും ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടാണ് ലക്ഷങ്ങളും കോടികളും ഒക്കെ വില വരുന്ന വീട്ടുമരങ്ങൾ ഇങ്ങനെ മുറിച്ച് കടത്താനുള്ള ശ്രമം അഗസ്റ്റിൻ സഹോദരന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പക്ഷേ ഇതിനിപ്പോൾ വലിയ വില അവർ നൽകേണ്ടി വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു, ഈ വനവാസികൾക്ക് യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകില്ല, അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കില്ല എന്ന് സർക്കാർ സംവിധാനങ്ങൾ നേരത്തെ തന്നെ ഉറപ്പു നൽകിയെങ്കിലും ഇവർക്ക് ഇങ്ങനെ ആവർത്തിച്ച് നോട്ടീസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ പണം അടയ്ക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ നോട്ടീസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതെന്താണെന്ന് മനസ്സിലാക്കാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അവർ പറയുന്നത് ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടി ഉണ്ടാകുമെന്നാണ് തങ്ങൾക്ക്. കാരണം 80 ലക്ഷം രൂപയും അതുപോലെ തന്നെ 1 കോടി രൂപയും ഒക്കെ അടയ്ക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നോട്ടീസ് ലഭിക്കുന്നു. മാത്രമല്ല, നമ്മൾ ഇന്നലെ പോയ ഒരു വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ അവിടുന്ന് 3 മരങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ഏകദേശം 1.5 കോടി രൂപയ്ക്കടുത്ത് അടയ്ക്കണമെന്നാണ് സർക്കാർ സംവിധാനങ്ങൾ ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ജപ്തി നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകുമെന്നും സർക്കാർ സംവിധാനങ്ങൾ പറയുന്നു, റവന്യൂ വകുപ്പ് പറയുന്നുണ്ട്. മാത്രമല്ല, ഇവരുടെ കരമടച്ച രസീതുകൾ പോലും ഈ അഗസ്റ്റിൻ സഹോദരന്മാർ കൈവശപ്പെടുത്തിക്കൊണ്ട് പോയിരിക്കുന്നു. ഇനി നാളെ അതുപയോഗിച്ച് എന്തെങ്കിലും തട്ടിപ്പ് നടത്തുമോ എന്ന് പോലും ഇവർക്ക് അറിയില്ല. കാരണം ഇതിൻ്റെ ഒന്നും ഉപയോഗം പോലും ഇവർക്ക് അറിയാത്തൊരു സാഹചര്യമാണ്. ഈ അഗസ്റ്റിൻ സഹോദരന്മാർ, അതിൽ തന്നെ റോജി അഗസ്റ്റിൻ ഇവിടേക്ക് എത്തുന്നു, ഇവരോട് മരം മുറിക്കാനുള്ള അനുമതി ചോദിക്കുന്നു, ഇതിനുശേഷം കരമടച്ച രസീത് കൈപ്പറ്റുന്നു, അതിനുശേഷം മരം മുറിച്ച് കടത്തുകയാണ്. ആ സമയത്ത് ഈ വനം വകുപ്പ് ഈ മരങ്ങൾ കസ്റ്റഡിയിലെടുക്കുന്നു. അപ്പോൾ മാത്രമാണ് ഇതൊരു തട്ടിപ്പാണെന്ന് ഇവർക്ക് മനസ്സിലായത്. അല്ലാതെ ഒരു തരത്തിലുള്ള വഞ്ചനയും തങ്ങൾ നടത്തിയിട്ടില്ല എന്ന് ഇവർ പറയുമ്പോൾ അത് നമുക്ക് വിശ്വസിച്ചേ മതിയാവും. കാരണം ആ രീതിയിൽ തന്നെയാണ് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ പ്രതികരണം തന്നെ കേട്ടാൽ നമുക്ക് മനസ്സിലാകും. അവരുടെ ഒരു ജീവിത സാഹചര്യങ്ങളും ആ രീതിയിൽ തന്നെയാണ്. കുത്തനെയുള്ള കുന്നുകൾക്ക് മുകളിലൊക്കെയാണ് ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒറ്റമുറി വീട്. നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോൾ ഓലമേഞ്ഞ വീടുകളിലും മറ്റുമൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്ന വനവാസികൾ, അവരെയാണ് അവിടെ എത്തി അഗസ്റ്റിൻ സഹോദരന്മാർ വഞ്ചിക്കുകയും അവിടെ ഉണ്ടായിരുന്ന രാജകീയ വൃക്ഷങ്ങൾ മുറിച്ച് കടത്തുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം അവർ പ്രതികളായി അല്ലെങ്കിൽ അവർ പ്രതിസ്ഥാനത്തേക്ക് എത്തുകയും ഈ 70-80 ലക്ഷം രൂപയൊക്കെ അടയ്ക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകുമ്പോഴും അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഈ അഗസ്റ്റിൻ സഹോദരന്മാർ ഇപ്പോൾ തയ്യാറാകുന്നില്ല. ആ രീതിയിലുള്ള ഒരു വഞ്ചന നടത്തിയെന്ന് തന്നെയാണ്
ഇപ്പോൾ പറയാനാകുന്നത്. ഏതായാലും സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ പണം അടയ്ക്കുന്നു. റവന്യൂ മന്ത്രി തന്നെ ഇവർ പണം അടയ്ക്കേണ്ട ആവശ്യമില്ല, മറ്റ് നടപടികൾ ഉണ്ടാകില്ല എന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതിനെയൊന്നും വിശ്വസിച്ചോ മുഖവിലേക്കെടുത്തോ ഈ ഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഈ ഒരു കേസ് മുട്ടിൽ പരമ്പര കേസ് ഉണ്ടായ സമയത്ത് തന്നെ റവന്യൂ വകുപ്പ് ഉറപ്പ് നൽകിയതാണ് ഇവർക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകില്ലെന്ന്. പിന്നെയും ആവർത്തിച്ച് ഇങ്ങനെ നോട്ടീസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്.